ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അമ്മമ്മേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ. അമ്മമ്മയ്ക്ക് കൈ സുഖമില്ലാണ്ട് കൈ എല്ല് പൊട്ടിയിട്ട് കിടക്കാം. നമുക്ക് അമ്മമ്മേനെ പോയിട്ട് കാണാം. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എൻ്റെ കൂടെ എൻ്റെ ബൂജി അമ്മയുണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടാളും ഇവിടെ ഇറങ്ങി കേട്ടോ. ഒന്ന് നോക്കുമോ? ഞങ്ങളിവിടെ ഇറങ്ങി കേട്ടോ. ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ട് മീനൊക്കെ വാങ്ങാണ്ട് വാങ്ങിയിട്ട് മീൻ അങ്ങനെ ഞങ്ങൾ മത്തി വാങ്ങിട്ടോ. അമ്മമ്മയ്ക്ക് മത്തി അല്ലാണ്ട് വേറൊരു മീനും കഴിക്കൂല കേട്ടോ. അങ്ങനെ ഞങ്ങൾ മത്തി എടുത്ത് അപ്പോഴത്തേക്കാണ് അവിടുത്തെ അങ്കിൾ അമ്മേനെ റെക്കഗ്നൈസ് ചെയ്തത്. ഞങ്ങൾ എന്തെങ്കിലും പലഹാരമൊക്കെ വാങ്ങാൻ പോയി കേട്ടോ. പക്ഷെ ഞങ്ങൾ എണ്ണക്കടികളൊന്നും വാങ്ങിയില്ല. ഞാൻ വെറുതെ അങ്ങോട്ട് കുറേ നോക്കിയിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ബനാനയൊക്കെ വാങ്ങി കേട്ടോ. പിന്നെ വീട്ടിലേക്കുള്ള പച്ചക്കറിയും അതും വാങ്ങി ഞങ്ങൾ ഓട്ടോ കയറി. ഓട്ടോ കയറിയ സമയത്ത് അമ്മേൻ്റെ ഫ്രണ്ടാട്ടോ അത്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഓട്ടോ കയറി. പിന്നെ ഓരോ പുരയിലും പോയി ഞങ്ങൾ അമ്മമ്മേൻ്റെ വീട്ടിലേക്കും പോയി. ഇവിടെ എത്തി കേട്ടോ. അയ്യോ, ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഞാൻ കുറേ കാലത്തിന് ശേഷം അങ്ങോട്ടേക്ക് വരുന്നത്. ഐ തിങ്ക് ഞാൻ കഴിഞ്ഞ ഓണത്തിനും കണ്ട അങ്ങോട്ട് വന്ന് പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. പക്ഷെ ഇവിടെ ആരും ഇരിക്കാൻ തോന്നുന്നു. താഴത്തെ വീട്ടാരില്ല, മേലത്തെ വീട്ടിലാരെങ്കിലും ഇപ്പോൾ നോക്കാം. അമ്മതാ വരുന്നുണ്ട് കേട്ടോ. ഈ കമ്പിളി നാരങ്ങ കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിറച്ചുണ്ടായിരുന്നു. പക്ഷേ മാമനൊക്കെ വെട്ടി. അമ്മ എങ്ങനെ ഉണ്ട് അമ്മ എക്സ്പീരിയൻസ്? ഒരു എക്സ്പീരിയൻസ് ഇല്ല, എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല അമ്മയ്ക്ക്. വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. കാരണം ഇന്നലെ അമ്മ വന്ന് അമ്മമ്മേനെ ഹോസ്പിറ്റലിൽ ആക്കിയതിന് ശേഷം കൊണ്ടുവന്നതിന് ശേഷമാണ് അമ്മ വീട്ടിലേക്ക് വന്നത്. അപ്പം ഞങ്ങൾ പിറ്റേന്ന് തിരിച്ചു പിന്നും പോവാം. ഓ ഗാഡ്, ഓക്കെ. ഇത് ആൻറ്റീൻ്റെ കോഴികളാട്ടോ. ആൻറ്റി ഹായ് പറ. ഹായ്. ഞാൻ യൂട്യൂബിലിടും കേട്ടോ. ഈ ചേച്ചിക്കൊണ്ടിരിക്കുന്ന കേട്ടോ എൻ്റെ ബീനാൻറ്റി, അമ്മേൻ്റെ ചേച്ചി. പിന്നെ ബീനാൻറ്റിൻ്റെ കോയിനെയും കുറേ നോക്കി നിന്ന്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയി. ഇതെൻ്റെ അമ്മേൻ്റെ തറവാടാട്ടോ. ഞങ്ങൾ വല്ലപ്പോഴും വരുന്നതുകൊണ്ടേ ഞങ്ങൾ കുറേ നേരം നിന്ന് പ്രാർത്ഥിച്ചിട്ടോ. ഇതാണ് എൻ്റെ മാമൻ. ഹായ് ഹായ്. വാങ്ങമ്മേ. ഇതിൻ്റെ അമ്മേൻ്റെ അതാട്ടോ ഗൈസ്. ഇതിൻ്റെ അമ്മേൻ്റെ ഏട്ടൻ, സ്വന്തം ഏട്ടനാണ്. മാമ പോവാ. നീ ആരാണ്? ഈ ഇരിക്കുന്ന ആളെ കണ്ടോ? ഞാൻ അപ്പം അങ്ങോട്ട് വന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇയാൾ എൻ്റെ മടിയിലെത്തിയിരിക്കുന്നു. നല്ല കമ്പനി ആയിട്ടോ. വേറൊരു പൂച്ചേൻ്റെ അടുത്ത് കമ്പനി. രാവിലെ ചായ കുടിക്കാൻ നിന്ന സമയത്തോ ഒരു ചെങ്ങായി ഇന്നലെ കൂടി എൻ്റെ കൂടെ. ഇത് പറ്റി വേണോ? രാവിലത്തെ ചായയും കുടിച്ച് ഞാൻ പിന്നെ പുറത്തേക്ക് ഇറങ്ങിട്ടോ. ഇത് കൂവളാട്ടോ. യെസ്, കാറ്റ്കസ് ആട്ടോ. ഇത് പണ്ട് ഇതിൻ്റെ അകത്ത് ഒരു ഫ്രൂട്ടൊക്കെ ഉണ്ട്. ലൈക്ക് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഇല്ലാന്ന് തോന്നുന്നു. ആ, ഡ്രാഗൺ ഫ്രൂട്ട് പോലത്തെ ഒരു സാധനം ഇതിൻ്റെ അകത്ത് ഉണ്ടാവുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ. ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇതാ രണ്ടുപേരുടെ കിട്ടോ. പിന്നെ മുടി കെട്ടിക്കൊണ്ടിരിക്കുക. രണ്ടുപേരും കൂടെ ഇവിടെ നിന്ന് മുടി കെട്ടി കുത്തിരിക്കുക കേട്ടോ. ഇതാണ് എൻ്റെ അമ്മമ്മ. ഇത് ഹായ് പറ അമ്മമ്മ. ഹായൊന്നുമില്ല. അപ്പേ അമ്മമ്മേൻ്റെ കൈക്ക് കാണിച്ചുതരാം. ആ, ഇങ്ങനെ നിലത്ത് വെച്ചാൽ മതി. ഒന്നൊരു സ്വെല്ലിങ് വന്നിട്ടുണ്ട് കേട്ടോ. എന്ത് പറ്റിയതാ പറഞ്ഞു കൊടുക്ക്. എങ്ങോട്ടോ ഓടിപ്പോയതാ. അങ്ങനെ കൈ ഇവിടെ വെച്ചെത്തിയിട്ട് ഈ സാധനം ഇട്ട് ഇങ്ങനെ കുത്തിരിക്കുക. ഇപ്പം പരിപാടി എല്ലാം ഒടിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്. അമ്മ ഒരുക്കി കൊടുക്കുക. എന്നിട്ട് കേട്ടോ ഇതാട്ടോ ശതാവരി പറയുന്നൊരു സാധനം.
പറയാനോ എന്റെ ദൈവമേ. അങ്ങനെയൊന്നും പറഞ്ഞൂടാ. എന്താ അറിയാതെ ചേച്ചീനെ കാണാനായിട്ട് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. മോളു ഇനി ഇത് കാണണ്ടെങ്കിൽ ഷി മിസ് യു. കെ വേറെ ആരെയാ കണ്ട? കുട്ടൂനെ കണ്ട? കുട്ടൂനൊക്കെ പിന്നെ കുട്ടി ഇടയ്ക്കിടയ്ക്ക് വരണുണ്ടോ വിളിക്കത്? ഓളാ ഞാനും കണ്ടു കൊറേ ആയി. കഴിഞ്ഞ മന്ത് അവള് വന്ന നിമിഷം പിന്നെ അമ്മ കൊറേ പ്രായമൊന്നുമില്ല. എത്ര വയസ്സായി? 70 ആയോ? എനിക്ക് 22. എന്നിട്ട് നോക്കൂ പെണ്ണ് മര്യാദക്ക് ഉറക്കുന്നില്ലേ ഇല്ലേ? അതെന്താ വെച്ചാല് നമ്മള് മര്യാദക്ക് ഉറങ്ങിക്കില്ല. ഞാനറിയിക്കും നിങ്ങളെ ഉറങ്ങാത്ത ഇത് രണ്ടാളും കൂടെ അല്ലേ കൊറേ കാലത്തിന് ശേഷം കണ്ടോണ്ട് രണ്ടാളും കൂടെ കുശലം പറഞ്ഞ് കുത്തന്നെ. ഞാൻ നടക്കൂ. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് എണീറ്റോ അവരെ ഇത് കേട്ടിട്ട്. രാത്രി 12 മണിക്കൊക്കെ മിണ്ടുന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിട്ട് അമ്മ അമ്മ എങ്ങനെ കിടക്കുന്നു അത് എന്റെ ഫോൺ പിടിക്കണമെന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയർ ഓണത്തിനെങ്ങാണ്ട പിന്നെ ഞാൻ സ്റ്റേ അടിക്കുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷം. ഞാൻ കുഞ്ഞു കുട്ടിയൊക്കെ ആകുമ്പോൾ ഇവിടെയൊക്കെ ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ ഇല്ലേ ഇതൊക്കെ എൻ്റെ മീൻ കളിസ്ഥലങ്ങളായിരുന്നു. ഇതൊക്കെ എൻ്റെ കളിസ്ഥലം കണ്ട് കളിയായുധങ്ങളാണ്. രാജാവേന്ന് ഓളോളം മുടി വെട്ടിക്കാണ്. അമ്മമ്മയ്ക്ക് വിഷമം ഞങ്ങൾ മുടി വെട്ടി അതൊക്കെയാണ് വിഷമം. ഇത് അമ്മ വരുന്ന ആരത് വരുന്ന ഞാൻ വേറെ ഏതോ അത് ആ ഡ്രസ്സ് അങ്ങനെ മാറ്റിയിട്ടാ ഏടെ അമ്മയാ കറുപ്പാക്കിട്ടാ മതി. നല്ല അസുഖം വരുന്നുണ്ടാ? ആ അതേ ഞങ്ങളുടെ മാമ മാമൻ ഇതുവരെ മാമ വരുന്നുണ്ട്. ആ വണ്ടി മാമൻ്റെ. ഈ കിണർ എൻ്റെ വയ്യലുള്ള കിണർ ഞാൻ കാണിച്ചു തരാം. ഇത് പണ്ട് ഞങ്ങൾ കുഞ്ഞു കുട്ടികളായപ്പോൾ മാമൻ ഓഫീസിൽ പോയി വരുന്ന സമയത്ത് ഐസ്ക്രീം കൊണ്ടുത്തരും, ബോൾ ഐസ്ക്രീം. എന്നിട്ട് ഞങ്ങൾ അത് തിന്നിട്ട് ഞാനും കുട്ടിയുടെ കഴിച്ചു എല്ലാവരും ഉണ്ടാവില്ലേ. എന്നിട്ട് അത് തിന്നിട്ട് അത് കൊണ്ടിടും. അതിപ്പോഴും ഉണ്ട്. പക്ഷേ ഇതേ കോഴി വീഴുന്നുണ്ട്. ബിരിയാണിക്ക് കുറേ കോഴിയുണ്ട്. അത് വെകുന്നതിന് ഈ സാധനം ഇട്ട് അടച്ചാണ് കാണുന്നില്ല. ഇവിടെ മുമ്പ് കൂടെ പോയിക്കൂടാന്നൊക്കെ മാമ ഉണ്ടെങ്കിൽ അറിയില്ല. ഇതിന്റെ അടിയിലേ ഞാൻ കാണുന്നില്ല, വേറെ അറിയോ അടിയില് കൊറേ ബോള് നിൽക്കുന്നുണ്ട്. ഞങ്ങളായിരുന്നല്ല അവിടുത്തെ മെയിന്. പണ്ട് കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പോൾ ഞങ്ങൾ വെക്കേഷൻ അധികം ഇവിടെയാ. പൂട്ടിൻ്റെ 2 മാസം പൂട്ടിൻ്റെ ഫുള്ള് ഇവിടെ വന്നിരിക്കും. ഇങ്ങനെ തിന്നാൻ തന്നെ പരിപാടി. അങ്ങനെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ അച്ഛൻ്റെ വീട്ടിൽ ടൈം സ്പെൻഡ് ചെയ്തതിനെക്കാളും കൂടുതൽ ഇവിടെയാണ് സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഒരുപാട് മെമ്മറീസ് ഇവിടെയാണുള്ളത്. എൻ്റെ വീട്ടിലൊക്കെ ആയിട്ടോ ഞങ്ങൾ സ്ഥിരം കളി ഞങ്ങളെല്ലാവരും കൂടെ കളിക്കുക. താഴത്തൊക്കെ കുറേ ഇലയൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇപ്പേ ഒരുപാട് മാറ്റം വന്നിക്ക്. കുറേ സാധനങ്ങൾ മരമൊക്കെ പോയിട്ട് ആ മാവില്ലേ ഈ കാണുന്ന മാവ് അതിൻ്റെ മുകളിലൊക്കെ ഞാൻ അധികം പാഞ്ഞു കയറല്. ഇവിടെ നല്ല കമ്പനി എൻ്റെ അടുത്ത്. ഇവർക്ക് മാത്രമേ ഇണക്കുള്ളൂ, വേറെ ഒരു പൂച്ചയ്ക്ക് ഇണക്കൊന്നുമില്ല അല്ലേ. ഇതിന് കമ്പനി ആകുമ്പോഴത്തേക്ക് എൻ്റെ മടിയിൽ കയറി കൂത്തിന്. എൻ്റെ പാക്കു പോലും എൻ്റെ മടിയിൽ പെട്ടെന്ന് കയറിയില്ല അല്ലേ. ഇവിടെ പെട്ടെന്ന് ഇങ്ങനെ കുറുകുറു ഭയങ്കര ഇണക്കും. പക്ഷെ കട്ട് നിന്നുകൊണ്ട് ഇവിടെ ആർക്കും ഇഷ്ടമല്ലേ. ഇവിടെ എല്ലാവരും കൂടി എടുത്തിട്ട് ഓടിക്കുക. ഇന്നലെ എന്തൊക്കെ കട്ട് അമ്മമ്മയുടെ ആവിയിലൊക്കെ കട്ട് തിന്നിട്ട് എടുത്തിട്ടാണ്. നിർത്തി വെക്കട്ടെ, എനിക്ക് അവിടെ കുറച്ച് പരിപാടികളുണ്ട്. ഒക്കെ ചെയ്തു ഒക്കെ വളഞ്ഞാണ്. ഞാനേ അമ്മയുടെ ഫോണിലാട്ടോ ഉള്ളത് കൊടുക്കുന്നത്. എൻ്റെ ഫോണിൽ ചാർജ് വീഡിയോ എടുക്കും. നമുക്ക് ഇതിൻ്റെ വീടിൻ്റെ ഉള്ളിൽ കുറച്ച് റെഡിയാക്കാൻ കേട്ടോ. മാമനോട് അപ്പം ഇത് ഈയച്ചമ്പാണോ കേട്ടോ. പക്ഷെ ഇതിൻ്റെ ലീഫ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നല്ല ഭംഗിയുള്ളൊരു ലീഫ്. ഇതിൽ കുറേ ഉണ്ട് കേട്ടോ. അതിലൊരു വഴി കൂടി ഒക്കെ ഉണ്ടായിന്. പക്ഷെ ട്വിസ്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ചെമ്പ് കഴിക്കാൻ യൂസ് ചെയ്യില്ല കേട്ടോ. ഇത് കഴിക്കാൻ പറ്റുമോ എനിക്ക് അറിയില്ല കേട്ടോ. എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞത് കഴിക്കാൻ പറ്റൂല എന്നൊക്കെയാണ്. പക്ഷെ ഇത് കാണാൻ ഡെക്കറേറ്റീവ് ഐറ്റമായിട്ട് നല്ല ഭംഗിയുള്ളൊരു സാധനമാണ്. ഗൈസ് എൻ്റെ മാമൻ ആണ് ഇത്. ബ്ലാക്ക് സാധനം ഇട്ടില്ലേ, വൈറ്റിൻ്റെ മുകളിൽ ബ്ലാക്ക്, അതെൻ്റെ മാമനാട്ടോ. ഇതെൻ്റെ അമ്മച്ചൻ. ഇത് മുരുകൻ.
കുരുമുളക് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ കുരുമുളക് സാധനങ്ങളാണ്. ഇതേ മാലയാ, ഒരു പഴയ മാലയാ കേട്ടോ. ഇത് കഴുകിയിട്ടതാ. പോകാൻ നേരത്ത് ഒരു സാധനം കണ്ട് ചെയ്യണ്ട. അത് ആക്കി കുറച്ച് എണ്ണേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഇതെങ്ങോട്ട് പറിക്കാന്ന്. ഇത് പറിക്കാനുള്ള പ്ലാനാ. കടത്തില്ല അമ്മ ആസ്യൂഷൽ എവിടെ നിന്നാണെങ്കിലും അമ്മ മരം കയറിയ കൈസ്. അയ്യോ കുറച്ച് സൂമി പോകും. അയ്യോ കിട്ടിയോ? അതിന്റെ മുഖത്ത് നല്ലതായി. എന്റെ ദൈവമേ കിട്ടി. ഇത് കൊള്ളാൻ തോന്നുന്നു. അത് അവിടെ കാണുന്നത് ഞാൻ ഭയങ്കര പുളിപ്പായിക്കുന്നു ഈ സാധനം. അടുത്തേക്കോ? ഇത് എനിക്ക് തിന്നാൻ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ഇതേട്ടോ കൈസ് കിട്ടിയ. ഇത് കുറച്ചും കൂടെ പഴുത്തേ നമ്മൾ ശരിക്കും ഭയങ്കര പുളിപ്പായിക്കുന്നില്ലേ, പക്ഷേ ഇത് ഭയങ്കര നൈസ് സാധനം കേട്ടോ. കൊള്ളാം. ഞങ്ങള് പോട്ടെ. കറക്കുന്നില്ലല്ലോ. മൈലാഞ്ചി വെക്കാം. അപ്പം ഞങ്ങള് പോട്ടെ. ഓക്കെ ബൈ. പറയാൻ പറഞ്ഞേ, ഈ വീടില്ലേ എൻ്റെ തൊട്ട് ഫോട്ടോ എടുത്തപ്പോൾ ഓർത്ത്. ഇത് ആക്ച്വലി എൻ്റെ തറവാട് വീടാട്ടോ. ഞങ്ങളുടെ കൂട്ടുകുടുംബത്തെ തറവാട്. ഞങ്ങളുടെ മാത്രം എന്താ പറയാ, എനിക്കറിയില്ല എങ്ങനെ പറയാ. ഇത് തറവാട്. മേലത്തത് ഞങ്ങളുടെ വീട്, അമ്മയുടെ വീട്. ഓക്കെ. ഇപ്പൊ ശരി അല്ലെ പിള്ളേച്ചെന്നോണോ പറയാൻ. അപ്പം ഇതായിരുന്നു കേട്ടോ സംഭവം. ഞങ്ങള് കിണറ്റിന്ന് വെള്ളം കോരിക്കോ വീഡിയോ ഇല്ലേ, അതൊക്കെ ഇതിന്റെ ഫ്രണ്ട് നിന്നാട്ടോ. ഞങ്ങള് പോവാ. ഇതെന്റെ കാർത്തേച്ചിയാട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആന്റി ആയിട്ടോ അത്. ഞങ്ങളെ മാമനും കാണാൻ വന്നതാട്ടോ ഇങ്ങോട്ടേക്ക്. കുഞ്ഞു മോനൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ കാലമായി കണ്ടിട്ട്. ഇങ്ങോട്ടേക്ക് അധികം അങ്ങോട്ട് വരാത്തതുകൊണ്ട് കുറേ ആയി കാണിച്ചേ. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു എന്തായാലും പിന്നെയല്ലേ വരൂ, അവരോട് കണ്ടിട്ട് അങ്ങോട്ട് പോവാം. വീട്ടിൽ നിന്ന് അവിടെ കുഞ്ഞിനെ കണ്ടിറങ്ങിട്ടോ. അവർക്ക് വീഡിയോയിലേക്ക് വരാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. ഒരു ചെറുക്കിളി പോണോക്കെ കണ്ടെങ്കിൽ എല്ലാം പോയി. ഇത് ക്യാമറ വെച്ച് കണ്ടോണ്ട് എനിക്ക് ക്യാമറയ്ക്ക് അറിഞ്ഞൂടാ കേട്ടോ. അവിടുത്തെ വെയിൽ സമയം ഈവനിങ് ആയി, പക്ഷെ ഭയങ്കര വെയിൽ വേടാ. സാധാരണ റെഡ് യെല്ലോ അലേർട്ടല്ലോ, ഗ്രീൻ അലേർട്ടോ. ഗ്രീൻ അലേർട്ടായി തോന്നുന്നു. അപ്പം ഞങ്ങളിപ്പോൾ എല്ലാം വീട്ടിലേക്ക് പോകാൻ നോക്കാം കേട്ടോ. പോകുന്ന വഴി വെയിലാണെങ്കിലും കുറേ തോടല്ലല്ലോ അമ്മ, പുഴയല്ലേ. പുഴ ഉള്ളതുകൊണ്ട് ഭയങ്കര രസമുണ്ട്. അതെന്താ പൈനാപ്പിളിൻ്റെയാ? അതാട്ടോ പൈനാപ്പിളിൻ്റെ തോട്ടം. രണ്ടാളും കൂടെ നടക്കുക എന്തിനാ എന്തോ. ഇതെന്താ തോന്നുന്നുണ്ട് കേട്ടോ, പക്ഷെ ഉള്ളു ഫുള്ള് കാട് വിളിച്ചു. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവര്. ബൈ.